ആ 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ ആദിമ അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർ പലരുണ്ട് കേട്ടോ. ആദിമ അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടി തിന്നു കുടിച്ച് നടന്നവരാ. അത് പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. പൗലോസ് അതിലില്ലെങ്കിലും പൗലോസ് പത്രോസ് പോയ സ്ഥാനത്ത് അല്ല, യൂദ പോയ സ്ഥലത്ത് പൗലോസിനെ ദൈവം ആക്കി വയ്ക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നു. നല്ലൊരു പങ്ക് വേദപണ്ഡിതന്മാരും അതിന് അടിവരയിടുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യന്മാരാണ് യേശുവിൻ്റെ കൂടെ നടന്നവർ. അവർ ഉറപ്പിച്ച് തന്നിരിക്കുന്ന അപ്പോസ്തലിക ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആയിരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ അവരാണ് ഉപദേശം നമുക്ക് തരുന്നത്. അവരുടെ ഉപദേശം നമ്മൾ സഭയെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ വട്ടപൂജ്യം. കഞ്ഞി കുടിക്കാൻ പറ്റും, മക്കളെ പഠിപ്പിക്കാം, കാശുണ്ടാക്കാം, കാറ് മേടിക്കാം, വീട് മേടിക്കാം, ലോറി മേടിക്കാം, എല്ലാം നടക്കും. പക്ഷേ ദൈവഹിതപ്രകാരമുള്ളൊരു ശുശ്രൂഷ ചെയ്ത് നിത്യത പ്രാപിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് വിശ്വാസികളെ പ്രാപ്തരാക്കണമെന്ന് കൂടി ഊന്നി പറയുകയാണ്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ 1 പത്രോസ് 4:10 ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഓക്കെ, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ. അപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിക്കുമ്പോൾ തന്നെ ഒരു വരം കിട്ടുമെന്നാണ് കർത്താവിൻ്റെ ദാസന്മാർ പഠിപ്പിച്ചത്. എന്തെങ്കിലും ഒരു വരമോ എന്തെങ്കിലും ഒരു കൃപയില്ലാത്തൊരു വിശ്വാസി കാണത്തില്ല. ഒന്നിൽ പ്രാർത്ഥനാവരം, അല്ലെങ്കിൽ ദാനം ചെയ്യാനുള്ള വരം, അല്ലെങ്കിൽ പ്രവചിക്കാൻ, അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും വരം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം കൃപാവരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. ഏതെങ്കിലും ഒരു വരം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചൊരു ദൈവവേദന ലഭിക്കും. അതാണ് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. അതെവിടെ പത്രോസ് പറയുന്നത്? ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീ. ഗ്രഹവിചാരകന്മാർ. 1 പത്രോസ് 4:1 വായിച്ചേ, പെട്ടെന്ന് 1 കൊരിന്ത്യർ 4:1 പെട്ടെന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 4:1. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാർ ആരാ? ഇന്നത്തെ അപ്പോസ്തലന്മാരെ പോലെയല്ല, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവസഭയുടെ ഗ്രഹവിചാരകന്മാരാണ് അപ്പോസ്തലന്മാർ. ഈ പഠനം ശ്രദ്ധേയമാണ്. ഇന്നത്തെ പാസ്റ്റർമാരെ കുറിച്ചല്ല പറയുന്നത്, ഇന്നത്തെ ശുശ്രൂഷ വൃന്ദങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഞങ്ങളെ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായവർ അവരവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാ ഞങ്ങളെ. ഇന്ന് IPCക്കാർക്ക് ഷാരൂനെ കണ്ടുള്ള, ഷാരൂന് അസംബ്ലി സുഖാലിനെ കണ്ടുള്ള പലരും, എല്ലാവരും അല്ല കേട്ടോ, നല്ല നിലയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. IPCക്കാരെല്ലാം തെറ്റുകാരാണെന്നും ഈ ചർച്ച ബോർഡുകാരെല്ലാം തെറ്റുകാരാണെന്നും AG-ക്കാരെല്ലാം തെറ്റുകാരാണെന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയാചനം ചെയ്യുന്നു. എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് ഈ ഇടത്തൂട്ടുകാരും നല്ലവരും. ദൈവസഭയ്ക്ക് കേടുവരുത്തുന്നവരുമുണ്ട്, ദൈവസഭയെ പണിയുന്നവരുമുണ്ട്. അത് വളരെ കുറവാണ്, ഒരു ശേഷിപ്പേ ഉള്ളൂ, ഒരു ചെറിയ ശേഷിപ്പ്. പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ എക്കാലത്തും ഒരു ശേഷിപ്പുണ്ട്. നമ്മൾ ഈ 10, 500, 1000 പേരൊക്കെ ഈ പാട്ടും പാടി ഇങ്ങനെ നൃത്തം ചെയ്ത് നടക്കുന്നവരൊക്കെ വെറും ഫ്രോഡാണെന്ന് പറഞ്ഞാൽ 100% അത് ശരിയാണ്. കാരണം ഉപദേശം പഠിപ്പിക്കാത്ത സഭകളല്ല. റോമാസഭയെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞ ഭാവം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. ഉപദേശം പഠിപ്പിച്ച് പാപത്ത് സ്വതന്ത്രരാക്കുന്നതാണ് ദൈവസഭയുടെ ഉപദേശം. ശുശ്രൂഷകന്മാരെ ഉപദേശം പഠിപ്പിക്കണം. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചുകൊണ്ടോ പാപത്ത് സ്വാതന്ത്ര്യം കിട്ടത്തില്ല.
കിട്ടണമെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. മദ്യപാനം പാപമാണെന്ന്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് പൗലോസ് ഉപദേശം പറയുന്നതുകൊണ്ട് ആ മദ്യപാനം തെറ്റാണെന്ന് കണ്ട ഉപദേശത്തിലൂടെ അതിനെ വിട്ടുകളയണം. അതുപോലെ ഓരോ പാപപ്രവൃത്തികളും, ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണേ. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അപ്പോൾ ഉപദേശങ്ങൾ, ഓരോ ഉപദേശങ്ങളും പഠിപ്പിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി എടുക്കുന്നതാണ് ഉപദേശം. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശം പഠിച്ചനുസരിക്കുന്നതിലൂടെയാണ് പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സഭകൾക്ക് ഉപദേശമില്ലാത്തത് കൊണ്ട് വിശ്വാസി പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഉത്തരവാദികൾ പാസ്റ്റർമാരാണ്. ദൈവത്തോട് കണക്ക് കൊടുക്കണം. മരിച്ചവരെയും ജീവിപ്പിക്കുന്നവരെയും ന്യായം വിധിക്കുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. അവരെ എൻ്റെ പേടി അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ ദൈവം മുൻപാകെ പിടിക്കപ്പെടുമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഒരു പാസ്റ്ററിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞാലൊന്നും നമുക്കതൊരു വിഷയമേ അല്ല. പിന്നെ പിടിക്കപ്പെടുന്ന പാപം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പണ്ടൊരു കല്യാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുറവയിട്ട് ഭയങ്കര കല്യാണമാണ്, ഹിന്ദുക്കളുടെ കല്യാണമാണ്. കല്യാണം നടത്തി എല്ലാവരും പൂജയൊക്കെ ചെയ്തു, സ്ത്രീകളെല്ലാം ഇങ്ങനെ കുറവിടുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് കുറവിടുക. എന്തൊരു ശബ്ദമാണ് താലി കിട്ടുന്ന സമയത്ത് കുറവിടുക. അപ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയുമായിട്ട് ഓടി വരുന്നു, പുറകെ ഒരു മുത്തച്ഛനും വരുന്നുണ്ട്, ഒരു പ്രായമുള്ള ആൾ. ഈ സ്ത്രീ വിളിച്ചു പറയുന്നു, ഇതെൻ്റെ ഭർത്താവാണ്, ഇവൻ വ്യാജനാണ്, ഇവൻ്റെ കുഞ്ഞാണ് എൻ്റെ മടിയിലിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ സദസ്സ് ഞെട്ടിപ്പോയി. കാരണം എന്താ? വ്യാജൻ കല്യാണം കഴിക്കുക ഇവിടെ. അതുപോലെ ഇന്ന് വ്യാജന്മാർ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. സത്യവചനത്തെ, പത്യോപദേശത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടിയേർത്ത് മറിച്ചു കളഞ്ഞ് പ്രസംഗിക്കുന്ന വ്യാജ സുവിശേഷകന്മാർ. സൈമൺ സാർ അതിനെക്കുറിച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. സ്തോത്രം. വ്യാജ സുവിശേഷകന്മാരെ കൊണ്ടുപോവാ, വ്യാജന്മാരെ, വ്യാജ സിദ്ധന്മാരെ, വ്യാജ മൗലവിമാര്, വ്യാജ പൂജാരിമാര്, വ്യാജ മാസ്റ്റർമാര് ഇഷ്ടം പോലെ കിടപ്പുണ്ടിന്ന്. പത്യവചനം, പത്യോപദേശം വസ്തുനിഷ്ഠമായി പഠിപ്പിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്നവരാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ പണപ്പിരിവ് നടത്തി പിരിച്ച് നടുകുടിക്കുക. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ആളും ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല, പിരിച്ച് നടുകുടിക്കുക. എന്തിനു നടുകുടിക്കുന്നു? ഇവിടെ സഹോദരനൊരു കല്യാണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വിഷയമുണ്ട്, തങ്ങളാൽ ആവുന്നത് സഹായിച്ചാൽ ഓക്കെ, അതിന് പിരിച്ച് നടുകുടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? കൂടുതലുള്ളവൻ കൂടുതൽ കൊടുക്കട്ടെ, ഇല്ലാത്തവൻ ഇല്ലാത്ത പോലെ ഇരിക്കട്ടെ. വിധവയുടെ 2 കാശിന് മാത്രമേ മാർക്ക് കിട്ടിയുള്ളൂ. വലിയ ധനാഢ്യന്മാർ കെട്ടുകണക്കിന് കൊണ്ടുവന്ന് സ്തോത്രാഴ്ച ഇട്ടു. യേശു നോക്കിയത് ആ വിധവയുടെ 2 കാശ്, അതിനാണ് മാർക്ക്. ഇവരിലധികമായി ആ വിധവ ഇട്ടിരിക്കുന്നു. മനസ്സിലായോ? ഇന്ന് ഈ യേശുവിൻ്റെ ഉപദേശത്തെ കാറ്റിപ്പറത്തി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവന് സെക്രട്ടറി പദവും, അവന് കൗൺസിൽ അംഗവും, അവന് മെമ്പറും, അവൻ അതും ഇതും, ഓട്ടോറിക്ഷക്കാരനും കാക്കാശിന് പോക്കില്ലാത്തവനും പുറത്ത്. ആ ഒരു കാലഘട്ടമായി മാറി. വലിയ അന്യായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ പിന്തുടരും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടാൻ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് സ്വത്രം വചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവങ്ങളുടെ ഗ്രഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യ ശുശ്രൂഷിപ്പിന് ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കുമാകട്ടെ. ഈ പത്രോസിൻ്റെ പ്രസ്താവന എന്നെ ഇളക്കി മറിച്ചു. ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ ദൈവവചനം പ്രസംഗിക്കാന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അരുളപ്പാടുകളായത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്, തിരുവെഴുത്തുകളാണ്. ചിലർ പറയുന്നത് പുതിയ നിയമം തിരുവെഴുത്തല്ലെന്ന്, പഴയ നിയമം തിരുവെഴുത്ത്. ഒരു ഉപദേശനോട് പറഞ്ഞതാ. അപ്പം ഞാൻ ചോദിക്കുക, ഗലാത്യർ 3:1 എനിക്ക് അവരോട് പറയാനുള്ളത്. നിങ്ങൾ യുദ്ധം ചെയ്ത് ആര് മൈക്ക് കിട്ടിയ കർത്താവ് പറഞ്ഞതും തിരുവെഴുത്തല്ലെന്ന് അവർ പറയണത്. പെൻഡറ്റുക്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതാണ് തിരുവെഴുത്ത്, മറ്റൊന്നും തിരുവെഴുത്തല്ലെന്ന്. എനിക്കറിയില്ല ഇത് എവിടത്തെ പഠനമെന്ന്, ഇത് ആര് പഠിപ്പിച്ചു വിട്ടെന്നറിയില്ല. എനിക്കറിയാം സാത്താൻ യുദ്ധം ചെയ്ത് മയക്കിയിട്ടിരിക്കുന്ന അധ്യാപകർ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എല്ലാവരും അല്ല, നല്ലവർ കുറവാണ്.
ഞാനൊരു സഭ മഹോദരത്തിലൂടെ പോകത്തില്ല എന്ന് ഞാൻ വിഷയം പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ഇങ്ങനൊരു പാസ്റ്ററുണ്ട്, സ്തോത്രം, നിലമ്പൂർ ഒരു പ്രിൻസ് പാസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതി പഠിക്കും. ഞാൻ അദ്ദേഹത്തിന് എഴുതി അദ്ദേഹം എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നു. വളരെ സവിസ്താരമായി അത് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് വിറ്റ്, ആ പുസ്തകം വിറ്റ് കാശാകലല്ല പണി. അപ്പോൾ തന്നെ എനിക്കറിയാം, ഒരു കെട്ട് പുസ്തകമായിട്ട് വരും, പുസ്തകത്തിൻ്റെ വില 300 300 നിങ്ങൾ നോക്കണ്ട, കയ്യിലുള്ളതെല്ലാം കൊടുത്ത് അത് വാങ്ങിക്കോളാൻ. അപ്പോൾ പുസ്തക കച്ചവടം എന്താ? പൈസ ഉണ്ടാക്കലാണ്. എനിക്കറിയാം പാസ്റ്റർമാരെ, പ്രധാന പാസ്റ്റർമാരാ, തലപ്പത്തിരിക്കുന്ന വമ്പന്മാരാ അവര്, വമ്പം സ്രാവുകളാണ് അവരെ. അവർ പിടികിട്ടാ പുള്ളികളാണ്. അവരെ പിടിക്കുന്നൊരു സന്ദർഭമുണ്ട്. സംഘടനകൾക്ക് അവരെ പിടിക്കാൻ പറ്റത്തില്ല, പക്ഷേ പിടിക്കുന്നൊരു ദൈവമുണ്ട്, പിടിക്കുന്നൊരു സുദിനമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക പ്രിയമുള്ളവരെ. എനിക്കതേ പറയാനുള്ളൂ. ഹല്ലേലൂയ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. അപ്പോൾ എന്തായിരിക്കണം പ്രസംഗം? ദൈവവചനമായിരിക്കണം പ്രസംഗം. അതാ പൗലോസ് പറഞ്ഞ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിലുള്ള സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക. അവരും ഇങ്ങനെ പറഞ്ഞ്, ഇവരിങ്ങനെ പറഞ്ഞ്, അവിടെ പറഞ്ഞ്, ഇവിടെ പറഞ്ഞ്, അത് പറഞ്ഞ്, ഇത് പറഞ്ഞ്, അവിടെ അങ്ങനെ എഴുതി വെച്ച്, ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അതൊക്കെ അവിടെ കിടക്കട്ടെ, അത് നല്ല കാര്യങ്ങളാ. പക്ഷെ സത്യവചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക, അസമയത്തും ഒരുങ്ങിയിരിക്കുക. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നപ്പോൾ കൊർന്നല്യോസ് പത്രോസിനോട് പറഞ്ഞ ആ വാക്യം ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എനിബഡി? നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ തക്കോണം ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ. പത്രോസിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, മീൻ പിടിക്കുന്ന കാര്യം, അത് കാര്യം, ഈ കാര്യം, കുറേ അതൊന്നും ഇവിടെ കേൾക്കണ്ട. കർത്താവ് നിന്നോട് കൽപ്പിച്ചത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളു. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ദൈവമക്കളെ, കർത്താവ് പഠിപ്പിച്ചത് സഭയെ പഠിപ്പിച്ചാലേ വല്ല ഗുണമുള്ളൂ. കർത്താവ് പഠിപ്പിച്ചതാണ് അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചത്. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചതാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. ഇപ്പം ഇത് വിട്ടിട്ട് അവരവർക്ക് തോന്നിയ പോലെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ വിശ്വാസി ഗുണമില്ലാതെ കിടക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ കുന്താന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു സഭയുണ്ട്, പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. അച്ഛൻ ജോർജ് മരിച്ചുപോയി, പുള്ളി മരിച്ചുപോയി. അച്ഛൻ ഒരു ദിവസം എന്നോട് പറയുക, പക്ഷേ എൻ്റെ അടുക്കൽ ഒരു കളിയും നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, അതെന്താ കാര്യം? അല്ല, ഞങ്ങളുടെ ചർച്ചിലെ കാര്യം പറയായിരുന്നു. എൻ്റെ അടുക്കൽ കളിക്കാൻ പറഞ്ഞാൽ ഞാൻ കളി പഠിപ്പിക്കും. പുള്ളി പറയുക. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, ഈ മനുഷ്യൻ എങ്ങനെ കർത്താവിൻ്റെ ഒരുങ്ങി പോകും? വേറെ പഠിപ്പിച്ച് ആ കോലത്തിലാക്കിയിട്ടിരിക്കുക. എൻ്റെ അടുക്ക നേരെ ചൊവ്വേ വന്നാൽ ഞാൻ നേരെ ചൊവ്വേ നിൽക്കും. എൻ്റെ അടുക്ക വളഞ്ഞ വഴിയെടുത്താൽ ഞാൻ വളഞ്ഞ വഴിയെടുക്കും. നമുക്കത് പാടില്ല. നമ്മളടുത്ത് വളഞ്ഞ വഴി എടുക്കുന്നവരോടും നേരെ ഏത് നിലയിൽ ഇടപെടുന്നവരും നമ്മൾ നേരോടെ ഇടപെടുക. ശരിയല്ലേ? നമുക്കതിലപ്പുറം ഇടപെടാൻ വ്യവസ്ഥയില്ല പ്രിയമുള്ളവരെ. ഞാനൊരു വ്യക്തിയോട് സ്നേഹത്തോട് ഇടപെടുന്നു, ആ വ്യക്തി എന്നോടൊരു ദേഷ്യത്തോട് ഇടപെടുന്നു. അതുകൊണ്ട് ഞാൻ അവരോടും ദേഷ്യത്തോട് ഇടപെടുന്നു എന്നുള്ളത് ആരുടെ ചിന്താഗതി അറിയാം? എടുത്തു തരാം. എടുക്കുക, മത്തായിയുടെ സുവിശേഷം എടുക്കുക. ഇതൊക്കെ അറിയാതിരിക്കുകയല്ലേ പ്രിയമുള്ളവർ പലരും. സ്തോത്രം. വചനത്തിലൂടെ തെളിയിച്ചാൽ കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പായിക്കുകയെന്നും അല്ല ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരനെ മാത്രം വന്ദനം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? അപ്പോൾ വന്ദനം പറയുന്നവന് വന്ദനം ചെയ്താൽ ജാതികളാണത്. പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾ ആരാ? ചുങ്കക്കാര്. നമ്മൾ ചുങ്കക്കാരാ. ഇങ്ങോട്ടൊരു പാലം ഇട്ട് അങ്ങോട്ടൊരു പാലം, ചുങ്കക്കാരാ. അങ്ങോട്ടൊരു പാലം ഇട്ട് ഇങ്ങോട്ട് പാലമൊന്നും കാണൂല, ഇങ്ങോട്ട് തെറിയായിരിക്കും പറയുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ പോയി മാസങ്ങളോളം ദൈവവചനം പഠിപ്പിച്ചൊരു കഥ ഞാൻ ഓർത്തു പോവുക, വർഷങ്ങൾക്ക് മുമ്പ്. അവസാനം ആ സഹോദരൻ എന്നെ പച്ച തെറിയെ വിളിക്കുള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ടാ തെറി വിളിക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോൾ തെറി ഓടി തെറി. ഞാൻ ഓരോ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ തെറിക്കും ഓരോ സ്തോത്രം. ലോകം മുഴുവൻ ഇത് കേൾക്കട്ടെ.
ഇന്നത്തെ ശുശ്രൂഷന്മാരൊക്കെ കേൾക്കട്ടെ, കോടതി കയറി ഇറങ്ങുന്നവനൊക്കെ ഇതൊന്ന് കേൾക്കട്ടെ. ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ പറയാം, ഷോർട്ടായിട്ട് പറയാം, തെറി പറയാൻ അധികം അവിടെ ഉണ്ടായില്ല. വെറും ചെറുപ്പത്തിലുള്ളൊരു സഹോദരനാണ്. ഞാൻ ഒന്നും ചെയ്തില്ല, കൈ ഉയർത്തി സ്തോത്രം ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ചുങ്കക്കാരാണ്, നമ്മൾ ജാതികളാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാരിൽ 90%. കാരണം അവരുടെ ഉള്ളിൽ പ്രതികാര അഗ്നി കത്തിക്കൊണ്ടിരിക്കും. അവർ പ്രാർത്ഥിക്കും, സ്തോത്രം ചെയ്യും, മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. ഭയങ്കര മധ്യസ്ഥ പ്രാർത്ഥനയാ. അവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി. ഒരു കൂട്ടു സഹോദരൻ പറഞ്ഞൊരു തെറ്റ് ക്ഷമിക്കാൻ മനസ്സില്ല, മടങ്ങി വരാൻ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ പറയാ. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച ആത്മീക ചിന്തകൾ, ആത്മീക ഉപദേശങ്ങൾ പറയാതിരുന്നാൽ ഞാൻ ഒരുപക്ഷെ കുറ്റവാളിയായിത്തീരും. അതുകൊണ്ടാണ് വിശ്വാസികളോടും പാസ്റ്റർമാരോടും എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് ക്ഷമിച്ച് സഹിച്ച് പോകേണ്ടവരാണ്. നമ്മൾ നിത്യാഗ്നിയിൽ പോകേണ്ടവരല്ല, നിത്യമായ സന്തോഷത്തിലേക്ക് പോകേണ്ടവരാണ്. നമ്മുടെ പ്രസംഗങ്ങൾ ദൈവവചനമായിരിക്കണം. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. 1 തെസ്സലോനിക്കർ 2:13 ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ അത് ഞങ്ങൾ ദൈവവചനമായിരുന്നു അതവർ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ആക്ട്സ് 20:21 പ്രയോജനമുള്ള വചനങ്ങൾ പഠിപ്പിക്കണം. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ മുഴുവൻ അറിയിച്ചു തന്നു. പത്രോസും യോഹന്നാനും യാക്കോബും പൗലോസും എല്ലാം പ്രയോജനമുള്ളതാണ് പഠിപ്പിച്ചത്. ഒരു വിശ്വാസിക്ക് പ്രയോജനമുള്ളത്, ആത്മരക്ഷയ്ക്ക് പ്രയോജനമുള്ളത്, സ്വർഗരാജ്യം പ്രാപിക്കാൻ പ്രയോജനമുള്ളത്, നിത്യത പ്രാപിക്കാൻ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ മുഴുവനും അവരെ പഠിപ്പിക്കുക. അവരത് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മളത് പഠിപ്പിക്കുക. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റവാളികളാകും. ശുശ്രൂഷാവൃന്ദങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾ ഈ അപ്പോസ്തലോപദേശം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവസഭയുടെ ഉപദേശം അപ്പോസ്തലോപദേശമാ, അല്ല സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കാനല്ല. മരിച്ചുപോയ PM ജോസഫ് IPCയിലെ വലിയ സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹം ഒരു എയർഫോഴ്സും ഫയർഫോഴ്സും ഒക്കെ ആയിരുന്നു ജോലി ചെയ്തോളൂ. അദ്ദേഹം പറഞ്ഞു, IPC പ്രസ്ഥാനം സങ്കീർത്തനം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയെന്ന്. പല പ്രാവശ്യം ഞാനത് കേട്ടു. അന്ന് മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി, സങ്കീർത്തനം ഉള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക. സങ്കീർത്തനം കഴിഞ്ഞാൽ നിങ്ങളുടെ കട്ടപ്പോഹ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാറിനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞ എന്തിനാ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ സകലജാതികളോടും പ്രസംഗിക്കണം, എന്നിട്ട് ശിഷ്യരാക്കണം. കർത്താവ് പഠിപ്പിച്ച വിഷയങ്ങൾ പഴയ നിയമത്തിലെ പല പ്രവചന ഉദ്ധരണികളുണ്ട്. അപ്പോസ്തലന്മാർ പഴയ നിയമത്തിലെ പല ഉദ്ധരണികളെടുത്ത് പ്രസംഗിക്കുന്നുണ്ട്. അത് പുതിയ നിയമത്തെ ഉറപ്പിക്കാനാണ് ആ ഉദ്ധരണി പറയുന്നത്. ഞാനൊരു പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ പാസ്റ്റർ പറയാ, പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും ഒന്നും പഴയ നിയമം പ്രസംഗിച്ചിട്ടില്ലേ? ഞാൻ പറയില്ല. വായിച്ചു നോക്ക്. വായിച്ചു നോക്കിയിട്ടുണ്ട്. പുള്ളി പറയണ ഉദ്ധരണി എടുത്ത് പറയുന്നതാണ് പഴയ നിയമ പ്രസംഗം. ഉദ്ധരണി ഇപ്പോ പത്രോസിന്റെ ലേഖനത്തിലെ 1-ാം ലേഖനം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോകളെ മാതൃകയാക്കാതെ നിങ്ങൾ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. 1 പത്രോസ് 1:14-15. എന്തിനാ ഇത് പറയുന്നത്? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കില്ലെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മോശയിക പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മളും വിശുദ്ധരാകണമെന്ന് പുതിയ നിയമ കർത്താവിൻ്റെ പ്രസംഗത്തെ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഉപദേശത്തെ ഉറപ്പിക്കുവാനായിട്ട് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ എടുത്ത് അപ്പോസ്തലന്മാർ പറഞ്ഞ് വചനത്തെ ഉറപ്പിക്കുക ചെയ്യുന്നത്. പഴയ നിയമം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനേക്കാൾ അതിപ്രധാനമാണ് പുതിയ നിയമം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, പത്യകുതോപദേശം. തീത്തോസ് 2:1 പൗലോസ് പറയുന്ന ഭാഗം നിങ്ങൾക്കറിയാമോ? പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കരുതെന്നല്ലേ അതിൻ്റെ അർത്ഥം.
ചേരാത്തത് പ്രസ്താവിക്കരുത്, ചേരുന്നത് പ്രസ്താവിക്കുക. പുതിയ നിയമത്തെ ഉറപ്പിക്കുവാൻ പഴയ നിയമം പ്രസ്താവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്താ എത്ര സംശയം? യാഗം വേണ്ട, പുരോഹിതം വേണ്ട, മണിയടി വേണ്ട, പുകയടി വേണ്ട, പഴയ നിയമത്തിലെ യാതൊരു പരിപാടിയും നമുക്ക് വേണ്ട. സ്വതന്ത്രം മനസ്സിലാക്കണോ? അത് ഇന്ന് പലരും അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവുക. ഈ ന്യായപ്രമാണത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോഴാണ് പൗലൂസ് ഗലാത്യർ 3:1 പറഞ്ഞത്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വലിച്ചു കിട്ടിയിരിക്കുകയെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാ. ആര് നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കി? പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു പ്രസ്താവന പറയുന്നുണ്ട്. ഞാനത് വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. പ്രവൃത്തി 15 സ്വതന്ത്രം പൗലോസ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല, ലൂക്കോസ് പറയുന്നുണ്ട്. 15:1 പറയുന്ന കാര്യം എന്താ? യഹൂദയിൽ നിന്ന് ചിലർ വന്ന് മോശ കൽപ്പിച്ച ആചാരങ്ങളെ അനുസരിച്ച് പരിച്ഛേദന കേൾക്കാൻ കഴിയാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയില്ല എന്ന് ഉപദേശിച്ചു. എന്നാൽ പരീക്ഷപക്ഷത്തു നിന്നും 5-ാം വാക്യം 15:5 മറ്റത് 1 വായിച്ചത്. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്നും വിശ്വസിച്ചവർ ചിലരെഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പരിച്ഛേദന കഴിപ്പിക്കുന്നില്ല, ഓക്കെ, പക്ഷെ നമ്മൾ പഴയ നിയമ കാര്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ കോപവും വാഗ്വാദവും പണക്കവും അസൂയയും പിന്നെ ക്ഷമയില്ലാത്ത അവസ്ഥകളൊക്കെയാണ് കിടക്കുന്നത്. ദാവീദിന്റെ പ്രാർത്ഥന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ, തിണ്ടി നടക്കട്ടെ, നാഥനില്ലാത്തായി പോട്ടെ. അപ്പം അതൊക്കെ പഴയ നിയമത്തിലെ പ്രതികാരത്തിൻ്റെ ചുവകളാണ്. ഇസ്രയേല് ഹമാസിനോട് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധം ഏതാ? ശത്രുവിനെതിരെയുള്ള യുദ്ധമാണ്. ഹമാസ് അവരോട് യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധം ചെയ്യുന്ന 2 കൂട്ടരും ആരാ? അബ്രഹാമിന്റെ മക്കളാ. ഒന്ന് ദാസിക്കുണ്ടായതും ഒന്ന് വാഗ്ദത്ത സന്തതിയാ. ഇസഹാക്കിന്റെയും ഹാഗാറിന്റെയും കുഞ്ഞുങ്ങളായി കിടത്തി തമ്മി തല്ലി ചാകുന്നത്. ദൈവമേ, എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി വിഷയങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. 2 തലമുറകൾ, ജഡസന്തതിയും വാഗ്ദത്ത സന്തതിയും. പൗലൂസ് റോമർ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ വാഗ്ദത്ത സന്തതിയാണ്. ഏത് വാഗ്ദത്ത സന്തതി? പറഞ്ഞേ, ഇതൊക്കെ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാ. യെശയ്യാവ് 53:10 പറയുന്നുണ്ട് ആ വാഗ്ദത്ത സന്തതി. 53:10 വാക്യത്തിൽ ആ വാഗ്ദത്ത സന്തതി ഏതാണെന്ന് പറയുന്നുണ്ട്. വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകത്യാഗമായി തീർന്നിട്ട് അവനൊരു സന്തതിയെ കണ്ടിട്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. അവനൊരു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവൻ ഒരു വാഗ്ദത്ത സന്തതിയെ കണ്ടു, ക്രൂശിൽ കിടന്നുകൊണ്ട്. കുരിശിൻ മൂട്ടിൽ ജനിച്ച പുതിയ നിയമസഭയിലെ വിശ്വാസികളെ കുറിച്ച് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു സന്തതി കണ്ടു. സഹോദര, അത് നീയും ഞാനുമാ. മോശയുടെ ശിഷ്യന്മാരെ അല്ല കർത്താവ് കണ്ടത്. പുതിയ നിയമസഭ, നമ്മൾ ജാതികൾ, ജെന്റലൈസ്, ലോകത്തുള്ള എത്ര കൂട്ടം ജാതികളുണ്ടോ അവരെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് കണ്ടു. അതുകൊണ്ടാണ് ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കാൻ പറയുന്നത്. മനസ്സിലായോ? സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താ? ഈ ജാതികൾ മുഴുവൻ യേശു ക്രിസ്തു ക്രൂശിൽ കടന്നുകൊണ്ട് ഒരു സന്തതിയെ കണ്ടു, ജാതികളെ കണ്ടു, എന്നെയും നിന്നെയും കണ്ടു, ദൈവമില്ലാത്തവരെ കടന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പഠിച്ചു വരുമ്പോൾ പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന എന്നെയും നിങ്ങളെയും കാൽവരി ക്രൂശിൽ കർത്താവ് കണ്ടു. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മൾ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, സത്യം യേശു ക്രിസ്തു പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്യല്ലേ. പാപം ചെയ്താൽ അടി ഉറപ്പാ. മനസ്സിലായി? ഇതൊക്കെ ആരാ ചിന്തിക്കുന്നേ? ദൈവസന്നി വന്ന് 2 മണിക്കൂർ പാട്ടും പാടി കുറെ ബഹളം വെച്ച് സ്വോത്രാഴ്ച എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി സ്ഥലം വിടുക. സ്വോത്രം പത്യവചനം പത്യോപദേശം പറയുന്നവൻ്റെ സ്വോത്ര കാഴ്ചയിലൊന്നും കാണത്തില്ല. പക്ഷെ ദൈവം അവനെ നടത്തും. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. ഈ വ്യാജ സുവിശേഷം പറയുന്നവർ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. അതാ ഞാൻ പേടിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്കിതൊരു വിഷയമേ അല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് വചനം പ്രസംഗിക്കുക. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. സ്തോത്രം, സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ വചനമായിരിക്കണം പ്രസംഗിക്കുന്നത്. സത്യവചനം, പഥ്യവചനം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പ്രധാനമായും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാണ്. റോമർ 12:6, 7, 8 നമ്മൾ പഠിക്കുമ്പോൾ ഉപദേശവും പ്രബോധനവും ആണ് സഭയെ പഠിപ്പിക്കേണ്ടത്. ഉപദേശമാണ് സഭയെ പഠിപ്പിക്കേണ്ടത്. സഭയെ ഉപദേശിക്കുക ചെയ്യേണ്ടത്. ഏത് ഉപദേശം? കർത്താവിൻ്റെ ഉപദേശം. ഞാൻ നമ്മുടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്ന ഉപദേശം. മോശയുടെ പ്രമാണത്തിന് ആത്മാവും ജീവനും ഇല്ല. പെന്തക്കോസ്ത് നാളിലാണ് സഭ രൂപപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെയാണ് സഭ രൂപപ്പെടുന്നത്. അന്ന് മുതലാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രസംഗം. പഴയ നിയമത്തിൽ ആത്മാവ് വന്നിട്ടുണ്ട്, കാര്യമൊക്കെ ശരി. ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്, കാര്യമൊക്കെ ശരി. ശിംശോന്റെ മേൽ ആത്മാവ് വന്ന എന്തിനാ? കൊന്നു മുടിക്കാനാ. ഹല്ലേലൂയ. അതെ, ഗോലിയാത്തിനെ എറിഞ്ഞ് മലത്താനാണ് ദാവീദ് സ്തോത്രം കല്ലെറിഞ്ഞത്, അല്ലാണ്ട് അവനോട് രക്ഷപ്പെടുത്താനല്ല. ഇന്ന് ശത്രുക്കളെ സ്നേഹിക്കാനാ പറഞ്ഞേക്കുന്നത്. അത് ശത്രുവിനെ എറിഞ്ഞിടുക, വെട്ടിയിടുക ചെയ്യുന്നത്. ഇന്ന് ശത്രുവിനെ സ്നേഹിക്കണം. കോടതി കയറുന്നവൻ ചിന്തിച്ചോണം, ഞാൻ ഏത് പ്രമാണത്തിൽ അധിഷ്ഠിതനാണെന്ന്. മനസ്സിലാക്കാൻ സഹോദരങ്ങൾ, എനിക്ക് ഭയമാണ് ഈ വചനം പ്രസംഗിക്കുമ്പോൾ. ഭയത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാന്തമായി വചനങ്ങൾ കേൾക്കുക. ഞാൻ പറയുന്നത് ഇച്ചിരി ഗൗരവത്തോടെയാണ്, ശരി, അത് നിങ്ങൾ എടുത്തോ. ആ ഗൗരവം വചനത്തിൻ്റെ ഗൗരവമാണ്. എനിക്ക് ആരോടും ദേഷ്യവും മുടക്കൊന്നുമില്ല. വചനത്തിൻ്റെ ഗൗരവത്തിൽ തന്നെ പറയണോ. അത് ഇപ്പൊ പാപം ചെയ്തിരുന്നു ചിരിച്ചോണ്ടാണോ പറയുന്നത്? ഞങ്ങൾ ദൈവവചനം പഠിപ്പിച്ച ദേവദാസന്റെ ശുശ്രൂഷ കേട്ടാൽ ഓടുമായിരുന്നു. ശാസനയും തർജ്ജനവും പ്രബോധനങ്ങളും. തർജ്ജന, ശാസനം, കഠിനമായി ശാസിക്കും. ഈ KP യോഹന്നാനൊക്കെ ഈ ശാസനയും തർജ്ജനവും കഠിനമായി ശാസനം കിട്ടാത്തതുകൊണ്ടല്ലേ വഴിവിട്ട് അവസാനം പോയി നാശത്തിൽ പോയി ചാടിയത്. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒത്തിരി ചർച്ചുകൾ ഫോം ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വചനവ്യവസ്ഥയല്ലെങ്കിൽ ദൈവം സ്വീകരിക്കുമോ? അത് എൻ്റെ ഒരു കൂടെ നടന്ന സഹോദരനല്ലേ പറഞ്ഞത്, താറാവിൻ്റെ പറയാൻ നടന്നെങ്കിൽ ഈ പ്രിയപ്പെട്ടവൻ സ്വർഗത്തിൽ എന്ന് തന്നെ. ഇപ്പം എവിടെ പോയി? എന്താ ഇത് മനസ്സിലാക്കാത്തത്? ഇത് വിശ്വാസികൾ എന്താ ഇത് മനസ്സിലാക്കുന്നത്? പാസ്റ്റർമാർ എന്താ ഇത് മനസ്സിലാക്കാത്തത്? ദൈവാനുഗ്രഹം ഭൗതികമാണെന്ന് പഠിപ്പിക്കുന്നവർ ചിന്തിച്ചോണം. ഇവിടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നല്ലോ എന്ന വാക്യം വായിച്ചിട്ട് നമ്മളെ സമ്പന്നനാക്കും കർത്താവ് എന്ന് പറഞ്ഞാൽ ദുരുപദേശം. അപ്പോസ്തലോപദേശം വിഭാവന ചെയ്യുന്നത് ആത്മീക സമ്പന്നതയാണ്. മനസ്സിലായിക്കോ? വിശ്വാസത്തിന്റെ സമ്പന്നതയാണ്, ആത്മീക സന്തോഷത്തിന്റെ സമ്പന്നതയാണ്, കഷ്ടതയിൽ സന്തോഷിക്കുന്ന സന്തോഷത്തിന്റെ സമൃദ്ധി. മക്കെദോന്യ സഭയ്ക്ക് എന്തായിരുന്നു? കഠിനമായ ദാരിദ്ര്യത്തിലായിരുന്നു, മഹാസന്തോഷമുള്ളവരായിരുന്നു. ഇന്നത്തെ സഭകളോ പ്രവൃത്തി പുസ്തകം 9-ാം എടുത്തേ. ഇന്നത്തെ സഭകളോ, ഈ വാക്യം കൂടി വായിച്ച് ഞാനങ്ങ് നിർത്തുക. പിന്നെയുള്ളൊരു ക്ലിപ്പ് നമ്മൾ അടുത്ത ഏതെങ്കിലും സമയത്തിൽ അത് ചെയ്യുന്നതായിരിക്കും. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം എടുത്തിട്ട് ഹല്ലേലൂയ ഒന്ന് ഉറച്ചൊന്ന് വായിച്ച് കേൾപ്പിച്ച് എല്ലാവരും കേൾക്കട്ടെ. അതിൻ്റെ 31-ാം വാക്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്ന സഭയുടെ ആത്മീയ നിലവാരം എങ്ങനെയുണ്ടെന്ന് കേട്ട്. യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. 16-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 5-ാമത്തെ വാക്യം കൂടി വായിക്കുന്നു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകയും ചെയ്തു. വിശ്വാസത്തിൽ ഉറച്ച എണ്ണത്തിൽ പെരുകി. ഇന്ന് വിശ്വാസം തള്ളിക്കളഞ്ഞ എണ്ണത്തിൽ പെരുകുന്നു. പ്രമാണം തള്ളിക്കളഞ്ഞ എണ്ണത്തിൽ പെരുകുന്നു. അപകടം.
സ്വത്രം. അപകടം മണത്തത് കൊണ്ട് പറയുക. സ്വത്രം. അപഥസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പാസ്റ്റർ CC ജോർജ് ദൈവസഭ നവീകരണം എന്നുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചത്. ഇന്നത്തെ സഭകൾ അപഥസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക, വ്യർത്ഥമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു വ്യവസ്ഥയുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ ഞാനത് ശക്തമായിട്ട് പറഞ്ഞു. പിൻപുള്ളത് മറന്ന് മുൻപിലുണ്ട് ആഞ്ഞ് പരമ്പരയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക, ലക്ഷ്യത്തിലേക്ക് ഓടുക. ഏതാ ലക്ഷ്യം? സ്വർഗരാജ്യം. ഏതാ ലക്ഷ്യം? വിദൂരദേശം. ഏതാ ലക്ഷ്യം? നിത്യത. ഇന്നത്തെ സഭകൾക്ക് സ്വർഗരാജ്യവും ദൈവരാജ്യത്തെക്കുറിച്ച് ഉപദേശം പറയാൻ സഭകൾ എത്രയുണ്ട്? ഉണ്ട്, വളരെ പരിമിതമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഴുവൻ. പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അവിടെ പൗലൂസിന്റെ ശുശ്രൂഷയുടെ സമാപ്തിയെക്കുറിച്ച് പറയുന്നത് വായിച്ച് ഞാൻ അല്പസമയം തരിച്ചിരുന്നു പോയി. എന്താ കാര്യം? ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞും മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുത്തുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചോ? 28, 29, 30 അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിച്ചും പോകും. ദൈവരാജ്യം, സ്വർഗരാജ്യം, ഇതാണ് അപ്പോസ്തലന്മാരുടെ പ്രസംഗം. പാപമോചനം, അതാണ് അപ്പോസ്തലന്മാരുടെ പ്രസംഗം. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, അതായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം. സഭയ്ക്ക് റിയൽ എസ്റ്റേറ്റ് തരുമെന്നും സഭയിലേക്ക് അനുഗ്രഹം കുത്തൊഴുകുകയാണെന്നും വയനാട്ടിലേക്ക് വെള്ളം ഒഴുകിയതുപോലെ സഭയിലേക്ക് അനുഗ്രഹം ഒഴുകാൻ പോവാന്ന് ഞങ്ങളുടെ കൊച്ചിക്കാരൻ പ്രസംഗിച്ച്. നാണമില്ലേ? ഒത്തവും തറയെ വെച്ചിട്ട് വേറെ പണിക്ക് പോകും. ഹല്ലേലൂയ. ബാംഗ്ലൂർ കുറെ കൊച്ചു പിള്ളേർ കിടന്ന് തുള്ളി കളിക്കുക. അനുഗ്രഹമാണ്. എന്തനുഗ്രഹം എന്നാ പറയുന്നത്? ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ശുദ്ധ പോഷ്ക വേറെയില്ല. ഞാൻ എന്തിനാ അങ്ങനെ പറയാൻ കാര്യം? ദൈവാത്മാവ് സംസാരിച്ച മുഴുവൻ ഇതിലുണ്ടെന്ന് 1 കൊരിന്ത്യർ ലേഖനം ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടില്ലേ? സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന് 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. 10-ാം വാക്യം വായിക്ക്. ഈ കൾട്ടുകൾ ഈ 9-ാം വാക്യം വായിച്ചിട്ട് പാവം പിടിച്ച വിശ്വാസികളെ പുസ്തകം അടപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക. എന്നിട്ട് 10-ാം വാക്യം അവരെ കൊണ്ട് വായിപ്പിക്കത്തില്ല. ദൈവം തൻ്റെ ആത്മാവിനാൽ വായിച്ചേ 2:11 10 2:10 1 കൊരിന്ത്യർ ലേഖനം 2:10 ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി ഇത് തെളിയിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഇവിടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന തിരുവെഴുത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം എനിക്കും നിനക്കും ആത്മാവ് വെളിപ്പെടുത്തി എന്ന് പറയാൻ. അല്ല, നിനക്ക് തോന്നിയതുപോലെ വെളിപ്പെട്ട് കിട്ടിയാലുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അതൊക്കെ ഫോഷ്കിൻ്റെ ആത്മാവാ. അവർ ലോകക്കാരായിരുന്നു, അതുകൊണ്ട് ലോകത്തിലുള്ളത് സംസാരിക്കുന്നു. ദൈവമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇന്നത്തെ പ്രോസ്പെരിറ്റിക്കാർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. അവർ മടങ്ങി വരണം പത്യവചനത്തിലേക്ക്, പത്യോപദേശത്തിലേക്ക്. എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. ആരെയും വ്രണപ്പെടുത്താനും ആരെയും വേദനിപ്പിക്കാനും ഒരു പ്രസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാനുമല്ല ഞാൻ ഈ പറയുന്നത്. യഥാർത്ഥ തിരുവചന സത്യങ്ങളിലേക്ക് സഭകൾ മടങ്ങി വരണം, യഥാസ്ഥാനപ്പെടണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. പത്യവചനം, പത്യോപദേശം പഠിക്കുകയും പഠിപ്പിക്കുകയും
അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സ്തോത്രം പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ ഇരിക്കുകയാണ്. ബാക്കി ഏകദേശം 1-2 ക്ലിപ്പ് ഒരു പക്ഷേ നമുക്ക് പിൽക്കാലത്ത് പിന്നീടുള്ള സമയങ്ങളിൽ നമ്മുടെ വാട്സപ്പുകളിൽ അത് കിട്ടുന്നതായിരിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യാം. സ്തോത്രം.